Hello, guys. Welcome to another session of newspaper analysis brought to you by Island IAS Ignite Foundation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് August 22 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇത് മാത്രമല്ല നമുക്ക് വേറെ കുറച്ച് പഴയ ആർട്ടിക്കിൾസും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം വേറൊന്നല്ല, ഇന്നത്തെ ആർട്ടിക്കിൾസ് കുറച്ച് വളരെ കുറവായിരുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് വേറൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. കാര്യം ഫസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, നമുക്കറിയാം മൺസൂൺ സെഷൻ ഓഫ് ദി പാർലമെന്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലത്തോടെ അവസാനിച്ചു. അപ്പൊ അതിനകത്ത് ഒരു റിപ്പോർട്ട് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഇഷ്യൂ ആണ് വിച്ച് ഇസ് ദെയർ ഇൻ ദി ന്യൂസ് പേപ്പർ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് മെയിൻസിന് മുമ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇനിയും വരും. ബിക്കോസ് കുറെ കാലങ്ങളായിട്ട് എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കാം, ഇതിന്റെ ഡേറ്റ എവിടെ നിന്ന് കളക്ട് ചെയ്യാം, അപ്പോൾ അതിന് നമുക്ക് എന്ത് പ്രതിവിധികൾ കൊടുക്കാം, അതായത് സൊല്യൂഷൻസ് എന്ത് കൊണ്ടുവരാം, ഈ രീതിയിലായിരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ നോക്കാറുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടായിട്ടോ. എന്നിട്ട് നമുക്ക് അതായിരിക്കും നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഹോം മിനിസ്റ്റർ അമിത് ഷാ ഹി ഇൻട്രൊഡ്യൂസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ഇൻ ദി പാർലമെന്റ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ അന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിന്റെ കുറെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും നമ്മളിത് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു നോട്ടോ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ ഒരു ടെക്സ്റ്റ് ആൻഡ് കണ്ടക്സ്റ്റ് വന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം എന്താ കാര്യം എന്നുള്ളത്. പിന്നെ കേരളത്തിൽ തന്നെ കണ്ണൂരിൽ തന്നെ ഒരു വില്ലേജ് ദാറ്റ്സ് ബിക്കം എ റോൾ മോഡൽ ഫോർ ക്യാൻസർ കൺട്രോൾ ബൈ ജനറേറ്റിംഗ് ലോട്ട് ഓഫ് അവയർനെസ് ക്യാമ്പയിൻസ്. അപ്പൊ അതിനെ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നതൊക്കെ നമുക്ക് ആൻസേഴ്സിൽ സൈറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്കിത് വഴിയെ കാണാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിലേക്ക് പോവാണ്, ലോ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി മൺസൂൺ സെഷൻ ഓഫ് ദി പാർലമെന്റ്. അപ്പൊ നമുക്കറിയാം പാർലമെന്റിനകത്ത് നമുക്ക് ഇപ്പോൾ കുറെ കാലമായിട്ട് നമ്മൾ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അനശ്വരമേമായാലും ഞാനായാലും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ന്യൂസസ് വരുന്നത്. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പാർലമെന്റ് വി ആർ ഗോയിങ് ടു അനലൈസ് ഹൗ പ്രൊഡക്റ്റീവ് ദിസ് സെഷൻ വാസ് എന്നുള്ള രീതിക്ക്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഫുള്ള് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് കീറിയെടുത്ത് പുള്ളിയുടെ മണ്ടയ്ക്ക് എറിയൊക്കെ ആയിരുന്നു ചെയ്തത്. ആ ഫോട്ടോയൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഈ ഒരു സെഷൻ തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് തുടങ്ങിയത്. എന്താ, നമ്മുടെ ഫോർമർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ ജഗ്ദീപ് ധൻഖർ, പുള്ളി ഒരു കാരണമില്ലാതെ ഫസ്റ്റ് ഡേ തന്നെ റിസൈൻ ചെയ്തു. ഹെൽത്ത് റീസൺസ് ആണെന്നൊക്കെ സൈറ്റ് ചെയ്യുന്നു. പക്ഷെ അത് എത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ബിക്കോസ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഹെൽത്ത് റീസൺസ് ഒക്കെ സൈറ്റ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നത്, വൈസ് പ്രസിഡന്റ് ഓഫീസിൽ നിന്ന്. ബട്ട് എനിവേസ്, അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങിയതിന് ശേഷം പിന്നെ ഫുള്ള് ബഹളമാണ്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ആകെ ഒരു വലിയൊരു ഡിസ്കഷൻ നടന്നിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലാണ്. ഓൺലി വൺ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡിസ്കഷൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഗവൺമെന്റ് അത് അനുവദിച്ചു കൊടുത്തു. ബിക്കോസ് അത് അവരുടെ ഒരു മാറ്റർ ഓഫ് പ്രൈഡ് ആണ്. ഒപ്പോസിഷനും പറഞ്ഞു. അതല്ലാതെ ആകെ നമുക്കറിയാം, സുഭാൻഷു ശുക്ല നമ്മൾ കണ്ടായിരുന്നു ആക്സിയം 4 മിഷനകത്ത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഒരുപാട് ഏകദേശം ഒരു 30-40 ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സ്പേസിലേക്ക് പോകുന്നത്. അപ്പൊ അത് വന്നപ്പോഴത്തേക്കും നമ്മുടെ അച്ചീവ്മെന്റ്സ് ഇൻ ഇന്ത്യ സ്പേസ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് ഡിസ്ട്രക്ഷൻ ആയിപ്പോയി. അപ്പോൾ ഇത് കാരണം എന്താ, ഒപ്പോസിഷന് കുറേ സാധനങ്ങൾ വേണം. ബീഹാറിലെ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതിന്റെ മേളിൽ ഒരു എന്താ പറയാ ഒരു ഡിസ്കഷൻ വേണം. പിന്നെ ഈ ഇലക്ട്രൽ റോളിന്റെ കേസൊക്കെ നമ്മൾ എന്നും കാണുന്നുണ്ട്. ഇന്നും ആക്ച്വലി ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി എടുക്കുന്നില്ല, കാരണം പറഞ്ഞ് നമുക്ക് തന്നെ മതിയായി. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനൊരു ഡിസ്കഷൻ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം. വേറൊന്നുമല്ല, ഒരു പാർലമെന്റ് ലോക്സഭയിലും രാജ്യസഭയിലായാലും ഇവർക്ക് സെപ്പറേറ്റ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റീസ് ഉണ്ട്. ആ ഒരു ദിവസം ആ ഒരു സെഷനിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം, അതിന് എത്ര മണിക്കൂർ നമുക്ക് ടൈം അലോട്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് ആക്ച്വലി മുൻകൂട്ടി വരുന്നത്. അപ്പൊ അത് തീരുമാനിക്കുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ്. അവിടെ ഇത് ലോക്സഭയിലെ കാര്യമാണ് പറയുന്നത്, 120 മണിക്കൂർ നമുക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്ന സംഭവമാണ്. ആകെ 37 മണിക്കൂർ മാത്രമാണ് ഡിസ്കഷൻസ് നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഫുൾ ടൈം ഡിസ്കഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് രാജ്യസഭയിലെ കേസിനകത്തും അങ്ങനെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനിങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭയിലെ അലോട്ട് ചെയ്തതിന് 29% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. രാജ്യസഭയാണെങ്കിൽ കുറച്ച് ബെറ്റർ 34%. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ അവർ ഒന്ന് കണ്ടോ, വേറൊന്നുമല്ല, ഒരു ദിവസം പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് 1 മണിക്കൂർ നമ്മൾ ക്വസ്റ്റ്യൻ അവറായിട്ട് നമ്മൾ എന്താ പറയുക മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ അവറിൽ ഏതൊരു എംപിക്കും ഗവൺമെന്റിനോട് ചോദ്യം ചോദിക്കാം. ആൻഡ് ദി ഗവൺമെന്റ് ഈസ് ആൻസറബിൾ ടു ദി പാർലമെന്റ്. അപ്പോൾ അത് എന്ത് തരം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത് നമ്മൾ ബ്രീഫായിട്ട് ഇപ്പൊ ഒന്ന് കാണാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അവറിന് വേണ്ടി അലോട്ട് ചെയ്തതിനകത്ത് ആകെ 23% ലോക്സഭയിനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. രാജ്യസഭ ജസ്റ്റ് സീ ദിസ് 6% of the question hour was only used. കാര്യം 285 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്തിനകത്ത് ആകെ 14 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഇത് എത്രത്തോളം അത് ഗ്രേവ് ആണെന്നുള്ള കാര്യം നമുക്ക് വഴിയെ കാണാം, അത് എങ്ങനെയാണെന്നുള്ളത്.
ഇതിനകത്ത് ആകെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്ററി കമ്മിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിനകത്ത് നമുക്ക് റെഫർ ചെയ്ത സാധനങ്ങളിലൊക്കെ ഒരു 224 റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ബിക്കോസ് ഇതിനെ ബേസ് ചെയ്ത് അടുത്ത സെഷനിലെങ്കിലും നല്ല രീതിയിൽ ചർച്ചകൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് സംഭവം. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ഈവൻ ദി ഒപ്പോസിഷൻ എന്ന് പറയാൻ കാര്യം. നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇത് റിജിജു എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു മിനിസ്റ്റർ ആയിട്ടോ, അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കേട്ടു നോക്കുക. ഗവൺമെന്റ് ഗോട്ട് ഓൾ ഇറ്റ്സ് ബിസിനസ് ട്രാൻസാക്റ്റഡ് ആൻഡ് ദ സെഷൻ ഹാഡ് എ സക്സസ് റേറ്റ് ഓഫ് 100% എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് they were forced to pass their bill because opposition refused to pay heed. ഇതിനകത്ത് ഏകദേശം 14 ബില്ലോളം ഈ ഒരു ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. അതിൽ ഒരു 12 ബില്ലോളം ഒരു റിപ്പോർട്ടിൽ 8 ബിൽസ് എന്ന് പറയുന്നുണ്ട്. വേറെ രീതിയിൽ നമ്മൾ ടോട്ടലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മിറ്റീസിൽ റെഫർ ചെയ്തതൊക്കെ വെച്ചിട്ട് ഒരു 12 ബില്ലോളം പാസ് ചെയ്തു ഈ ഒരു സെഷനകത്ത്. ഒരു ഡിസ്കഷനോ ഡിബേറ്റ്സോ ഒന്നുമില്ലാതെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെന്റ് വേണ്ട കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാർലമെന്റ് എന്ന് പറയുന്നത് തന്നെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഗവൺമെന്റിനെ അക്കൗണ്ടബിലിറ്റി ഹെൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ അവറിലൂടെയും ഈ ഡിസ്കഷൻസിലൂടെയും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നും തെറ്റാണെന്നും കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസിലൂടെ അത് വരുന്നത്. അത് ചെയ്യാതെ ഡിസ്റപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഗവൺമെന്റ് അവർക്ക് ഫ്രീ ഹാൻഡ് കിട്ടി അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കുറച്ച് ഇനിയാണ് ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നമുക്കൊരു ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതിനൊരു ബെസ്റ്റ് ഒരു ഓർഗനൈസേഷനാണ് PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ പാർലമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ബില്ല് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ അവർ കുറച്ച് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മൺസൂൺ സെഷനിൽ 21 ദിവസമാണ് നമ്മൾ ഒറിജിനലി ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അതിലെ 2/3 of the time allocated was lost due to disruptions എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 1/3 ടൈം മാത്രമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. 2/3 വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു കുറെ ഡിസ്റപ്ഷൻസും സ്ലോഗനിയറിംഗ് ഒക്കെ കാരണം. അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ അവറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ലോക്സഭയിൽ 23% ആണെന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ വെറും 6% മാത്രമേ ഇതിനകത്ത് ഷെഡ്യൂൾഡ് ക്വസ്റ്റ്യൻ അവർ നടന്നിട്ടുള്ളൂ. അത് മാത്രമല്ലാതെ ഒരുപാട് ബിൽസ് ഒരു ഡിസ്കഷനും ഇല്ലാതെ ഡിസ്കഷൻസ് കാരണം പാസ് ചെയ്ത് വിട്ട് വോയിസ് വോട്ട് വഴി എല്ലാവരും ഓക്കെ അല്ലേ പാസ്സാക്കാം എന്ന് പറഞ്ഞ് പാസ്സാക്കി വിട്ടിട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിന്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് വഴിയെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ മുന്നിൽ ഒരു ഗ്രാഫ് കണ്ടോ. നമ്മൾ ഈ ഡേറ്റ വെറുതെ എഴുതുന്നതിന് പകരം ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ആൻസറിൽ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഭയങ്കര വേറൊരു ലെവലിലേക്ക് പോകും. അപ്പോൾ നിങ്ങളിപ്പം ഈ പറഞ്ഞ ക്ലാസ്സിനകത്തൊക്കെ എന്തെങ്കിലും നോട്ട്സ് എഴുതി എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് നിങ്ങൾ തന്നെ ഇപ്പൊ തന്നെ വരയ്ക്കുക. ബിക്കോസ് പോസ് ദ സ്ക്രീൻ ആൻഡ് ജസ്റ്റ് ഡ്രോ ഇറ്റ്. ബിക്കോസ് ഇത് ഞാനിപ്പോൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കണ്ടതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും വരയ്ക്കില്ല. നിങ്ങൾ വരച്ച് ശീലിക്കണം. എന്നാൽ മാത്രമേ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഇത് നിങ്ങൾ ആൻസറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ 18th ലോക്സഭയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള ലോക്സഭ 18th ലോക്സഭയിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയാണ് ഈ ഒരു മൺസൂൺ സെഷനിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് പാർലമെന്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ അവറിനകത്ത് 2 തരം ചോദ്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാം. സ്റ്റാർഡ് ആൻഡ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് ശേഷം ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടാവും, സ്റ്റാർ ആസ്ട്രിക്സ് എന്ന് പറയും. അപ്പൊ ഈ സ്റ്റാർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദി മിനിസ്റ്റർ കൺസേൺഡ് ഇസ് ആൻസറബിൾ ടു ദി പാർലമെന്റ് ഓറലി. അതായത് ഒരു ഓറൽ ആയിട്ടുള്ള റിപ്ലൈ വേണം തരാനായിട്ട്. അങ്ങനെ ഓറലി ഒരു മിനിസ്റ്റർ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പറയുന്ന കൺസേൺ റേസ് ചെയ്ത മറ്റൊരു എം പി ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ചോദിച്ച എം പിക്ക് വേണമെന്നുണ്ടെങ്കിൽ സപ്ലിമെന്ററി കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കാം, ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിക്ക്. അതിനെയാണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു തരം എന്ന് പറയുന്നത് അൺസ്റ്റാർഡ്, വെറുതെ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കും. അങ്ങനെ അൺസ്റ്റാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു റിട്ടേൺ റിപ്ലൈ ആയിരിക്കും ആ പറഞ്ഞ് ചോദിച്ച ആൾക്ക് കിട്ടുന്നത്. പാർലമെന്റിൽ അത് പ്ലേസ് ചെയ്യത്തേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇതിന്റെ സംഭവം നമ്മൾ പ്ലേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടിൽ പ്ലേസ് ചെയ്യും. അപ്പൊ സ്റ്റാർഡ് ക്വസ്റ്റ്യന് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു മൊത്തം നമ്മൾ ലൈവ് സ്ട്രീമിൽ കാണുന്ന സമയത്ത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ കിട്ടുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി മെക്കാനിസം ആണ്. ലെസ് ദാൻ 10% ഓഫ് ദി സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് വർ ആൻസർഡ് ഓർലി. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പാർലമെന്റിൽ. അപ്പോൾ ഇതിനകത്ത് ഇത് മാത്രമല്ലാതെ നമ്മൾ കണ്ടതുപോലെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിൽ ഒരുപാട് ബില്ല് പാസ് ചെയ്തു. അതിൽ തന്നെ ഏകദേശം 5 ബില്ല് മാത്രമാണ് കമ്മിറ്റീസിലേക്ക് റെഫർ ചെയ്തത്. 14 ബിൽസോളം ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനകത്ത് 5 ബില്ലാണ് കമ്മിറ്റിയിൽ റെഫർ ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റീസ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഒരു പാർട്ടാണ്. ഇപ്പൊ പാർലമെന്റ് എല്ലാത്തിനും സമയം ഉണ്ടാവില്ല എല്ലാ ബില്ലിനെ കുറിച്ചും വെട്ടിക്കീറി മുറിച്ച് എല്ലാം പറയാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യും, അതിൽ കുറച്ച് കമ്മിറ്റീസ് ഉണ്ട്, പാർലമെന്ററി കമ്മിറ്റീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്. ഇവരിലേക്ക് നമ്മൾ ബില്ല് റെഫർ ചെയ്യുമ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ഇതിൽ ഓരോ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒരു റിപ്പോർട്ടൊക്കെ കൊടുക്കും. അപ്പൊ ഇത് നമ്മൾ ആക്ച്വലി ഒരു 15th ലോക്സഭയുടെ സമയത്തൊക്കെ നമ്മൾ 71% ബിൽസിനെ നമ്മൾ റെഫർ ചെയ്യുമായിരുന്നു.
ചെയ്യുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ് പ്രാക്ടീസ്. ഓക്കെ, സോ ദാറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ലോ ഭയങ്കര അടിപൊളി ലോ ആയിരിക്കും, ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ലോ ആയി മാറും. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10 ഇയേഴ്സിനകത്ത് കഴിഞ്ഞ ലോക്സഭയിനകത്ത് ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള ഡിക്ലൈൻ 28% ആയിരുന്നു. അത് ലാസ്റ്റ് ലോക്സഭയുടെ സമയത്ത് 16% ഓഫ് ദി ബിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ 18th ലോക്സഭയിൽ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ 27% ഓഫ് ദി ബിൽസ് ആയിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ഗുഡ് സൈൻ. പക്ഷേ അത് മാത്രം പോലെ നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതല്ല ഇതിന്റെ ബേസിക്കലി ഉള്ള കാര്യം. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 ബിൽസ് നമ്മൾ പറഞ്ഞു, 13 ബിൽസ് 14 ബിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനകത്ത് ആകെ ഒരു 8 to 12 ബിൽസ് മാത്രമേ. 12 ബിൽസ് എന്ന് പറയുന്നത് വേറെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബിൽസും കുറച്ച് പാസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ് 12 വരുന്നത്. അപ്പൊ ഈ രീതിക്കാണ് ഇതിനകത്ത് വരുന്നത്. മാത്രമല്ല ഇതിനകത്ത് കണ്ടോ, നോ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിസിനസ് ടേക്കൺ അപ്പ്. ഈ പ്രൈവറ്റ് മെമ്പർ എന്ന് പറയുന്നത് ആരാ? അതായത് പാർലമെന്റിൽ നമുക്കറിയാം MP ഉണ്ട്. MPസിൽ ചിലരൊക്കെ മിനിസ്റ്റേഴ്സ് ആണ്. ഈ മിനിസ്റ്റേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഏതൊരു MPക്കും ആക്ച്വലി അവരെ പോലെ തന്നെ ബിൽസ് പ്രസന്റ് ചെയ്യാം. അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈവറ്റ് മെമ്പർ ബിൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രൈവറ്റ് മെമ്പർ ബില്ല് ആക്ച്വലി നമ്മൾ എല്ലാ ദിവസവും എല്ലാ ഫ്രൈഡേസും ആണ് ഇത് ഡിസ്കഷൻ എടുക്കുന്നത്, ഒരു 2.5 hours. അപ്പോൾ MPs who are not ministers. അപ്പൊ ഇത് ആക്ച്വലി ഈ ഒരു സെഷനകത്ത് എടുത്തിട്ടേ ഇല്ല, പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ബിസിനസ്. അപ്പൊ ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ്. 16th ലോക്സഭ വെച്ചൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17th 18th വരുമ്പോൾ കുറഞ്ഞു പോവാണ്. ഇൻഫാക്ട് 1970 ഒരു ലാസ്റ്റ് ടൈം എന്താ പറയാ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് പാസ്സായത്. അതിനുശേഷം ഒരു മെമ്പർ ബില്ല് പോലും പാസ്സായിട്ടില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് സ്റ്റേജൊക്കെ പോയി പാസ്സാവണം, ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് നേരത്തെ തൊട്ട് അറിയാവുന്ന സംഭവമാണ്. സിൻസ് June 2019 there has been no deputy speaker for the ലോക്സഭ. അത് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്, പക്ഷെ അത് ഇച്ചിരി വേഗമാണ്. ദേ ഷുഡ് ബി എലക്ടഡ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്, ഒരു ഫിക്സഡ് ടൈം ലൈൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ ഗവൺമെന്റ് പറയുന്നതിന്റെ ഒന്നും ആവശ്യമില്ല, സ്പീക്കർ ഉണ്ടല്ലോ അത് മതി എന്നുള്ള രീതിക്ക്. അപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റും ഇല്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളിലേക്ക് ഒരു എഫക്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പ്രശ്നം നമുക്ക് പറയുന്നത്? കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടും. എന്താ, നമുക്ക് ഈ ഒരു പാർലമെന്റ് നേരെ ഫംഗ്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓവർസൈറ്റ് ഉണ്ടല്ലോ. അതായത് ഈ എന്താ പറയുക, ലെജിസ്ലേച്ചർ ആക്ച്വലി എക്സിക്യൂട്ടീവിന് ഓവർസൈറ്റ് വേണം. അത് ഭയങ്കരമായിട്ട് വീക്കൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും അക്കൗണ്ടബിലിറ്റി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ലെജിസ്ലേച്ചർ വേണം എക്സിക്യൂട്ടീവിനെ അക്കൗണ്ടബിൾ ആക്കാനായിട്ട്. പക്ഷേ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റണമെങ്കിൽ അവർ ഫംഗ്ഷൻ ചെയ്യണ്ടേ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്, ഒരു അൺചെക്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്. അതായത് എക്സിക്യൂട്ടീവിന് എന്ത് വേണോ ആവാം എന്നുള്ള രീതിക്ക് മട്ടിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ രീതിയിൽ ഡിസ്കഷൻസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഈ ലോ മേക്കിംഗ് ഉണ്ടല്ലോ അത് ഭയങ്കര പൂർ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയിലായിരിക്കും. കാരണം എന്താ, നമുക്ക് ഡിസ്കഷൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ പറഞ്ഞ് 4-5 പെർസ്പെക്റ്റീവ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ 2-3 ആർട്ടിക്കിളൊക്കെ പറയും. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഒരു പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്ത് അതിന്റെ ശരി തെറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡിസ്കഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശരിയെന്ന് നിങ്ങളും വിചാരിക്കും. അപ്പോൾ ഒരു പൂവർ ക്വാളിറ്റിയിലേക്ക് മാറും. ഈ പൂവർ ക്വാളിറ്റിയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അത് നേരെ വർക്കാവത്തുമില്ല. അത് കാരണം എന്താവും, ജുഡീഷ്യറിക്ക് ആ കേസ് പോകും. ഈ ഒരു നിയമപ്രകാരം ഇങ്ങനെ വന്നു, അത് കുറച്ച് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് കോടതി കേസ് പോകും. കോടതി തന്നെ കോടിക്കണക്കിന് കേസസ് പെൻഡിങ് ആയിട്ടിരിക്കുക. ഇത് കാരണം കോടതിയിൽ കേസ് കൂടുകയും ചെയ്യും. ആ സംഭവം ബില്ലിൽ ആ ഒരു ലോ നേരെ നടപ്പാക്കാനും പറ്റത്തില്ല. അപ്പൊ അതൊരു പൂവർ ക്വാളിറ്റി ഓഫ് ലോ മേക്കിംഗ് ആയിലേക്ക് പോകും. മാത്രമല്ല ഈ ഒപ്പോസിഷൻ ഉണ്ടല്ലോ, ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നേരെ പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാർജിനലൈസേഷനിലേക്ക് കാരണമായി മാറുന്നു. അതെന്താ, കാരണം ഒരു ഡെമോക്രസിനകത്ത് ആക്ച്വലി ഡിസെന്റ് എന്ന് പറയുന്നത് നമുക്ക്, അതായത് ഒന്ന് ഇത് ശരിയല്ല എന്ന് നമുക്ക് പറയണമെന്നുണ്ടോ, ഒന്ന് പറയാനായിട്ടുള്ള ഒരു വോയിസ് വേണം. അതില്ല എന്നുണ്ടെങ്കിൽ ആ ഡെമോക്രസി അധികകാലം സർവൈവ് ചെയ്യില്ല. അതിനാണ് നമ്മൾ ഡെമോക്രസി എന്ന് തന്നെ വിളിക്കുന്നത്. ഈ ഒപ്പോസിഷനകത്ത് ഇതുണ്ടാവില്ല. മാത്രമല്ല ഇപ്പൊ നമ്മൾ തന്നെ ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ലേ ഗവൺമെന്റിന്റെ മേളിലും പാർലമെന്റിന്റെ മേളിലും. ഇപ്പൊ നമുക്ക് തന്നെ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ കാശൊക്കെ വെറുതെ ദൂർത്തരിച്ച് കളയാണ്, വെറുതെ ഒരു സെഷൻ നടത്താൻ എത്ര കോടി രൂപ ചെലവാകും, ഇവർക്ക് വല്ല സീരിയസ്നെസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നില്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ദർ ഇസ് ആൻ ഇറോഷൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ്. അത് ഒരു സർക്കാരിനായാലും ഒരു രാജ്യത്തിനായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇറോഷൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ്. ഇത് കാരണം തന്നെ എന്താവും, നമ്മൾ പയ്യെ വിചാരിക്കും ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് എന്തിനാ അവർക്ക് വെറുതെ അവിടെ പോയി ബഹളം ഉണ്ടാക്കാനല്ലേ, വോട്ടൊന്നും ചെയ്യണ്ട എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ വോട്ടർ ടേൺ ഔട്ടും കുറയും, നമ്മുടെ എക്സസൈസ് ചെയ്യേണ്ട നമ്മുടെ റൈറ്റും നമ്മുടെ ഡ്യൂട്ടി എല്ലാം നമ്മൾ ഫോർഗോ ചെയ്യും. നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രമല്ലാതെ എക്സിക്യൂട്ടീവിനകത്ത് വെറുതെ ഒരു ഇതില്ലാതെ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. ആർബിട്രറിലി എക്സസൈസിങ് ദ പവർ. ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. അത് കണ്ടില്ലേ,
100% സക്സസ് റേറ്റ്, ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയെടുത്തു എന്നുള്ള രീതിക്ക് പറയും. പക്ഷെ അതിൽ കാര്യമുണ്ടോ? ലോ ഒക്കെ ഡിസ്കസ് ചെയ്ത് നടത്തണം, അത് നടക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഈ ആണ് ഇതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ സൊല്യൂഷൻസ് ജസ്റ്റ് നമുക്ക് മെൻഷൻ ചെയ്തപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ട ഈ ഒരു ടൈമിനകത്ത്. പക്ഷേ സ്റ്റിൽ ദിസ് ഇസ് ഹൗ വി മേക്ക് എ നോട്ട് ഔട്ട് ഓഫ് എൻ ഇഷ്യൂ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ സൊല്യൂഷൻ? നമുക്ക് കുറച്ച് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മൾ നോക്കണം. നമ്മൾ മാത്രമല്ലല്ലോ പാർലമെന്റ്, വേറെയും പാർലമെന്റ് ഇല്ലേ? അപ്പൊ അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അവരെന്താ സൊല്യൂഷൻ കണ്ടെത്തിയേക്കുന്നത്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ UK ഉണ്ടല്ലോ, നമ്മുടെ പാർലമെന്റ് തന്നെ UK എന്നാണ് എടുത്തിരിക്കുന്നത്, UK മോഡലിൽ നിന്നാണ്. അപ്പൊ UKനകത്ത് ഒരു പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിക്സിങ് ദ നമ്പർ ഓഫ് ഡേയ്സ് ചെയ്യും. ഫിക്സ് ദി നമ്പർ ഓഫ് ഡേയ്സ്, അതായത് പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യേണ്ട സമയം, അതായത് എത്ര ഡേയ്സ് വേണം എന്നുള്ളത് അവർ ഫിക്സ് ചെയ്യും. അത് ഏകദേശം ഒരു 100 to 120 ഡേയ്സ് എന്നുള്ള രീതിക്കാണ് ഇത് വരുന്നത്. ഇതിൽ തന്നെ അവിടുത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 100 ഡേയ്സിൽ ഒരു 20 ഡേയ്സിന്റെ അജണ്ട ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബി സെറ്റ് ബൈ ദി ഒപ്പോസിഷൻ ഇൻ ദാറ്റ് കൺട്രി. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ബീഹാറിലെ SIR ഡിസ്കസ് ചെയ്യുന്നില്ല, ECയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ സാധനം 20 ഡേയ്സ് അവർക്കാണ് ഡിസൈഡ് ചെയ്യാന്നുള്ള രീതിക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ അപ്രൈസ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടൈം ബൗണ്ട് ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇതാണ് ഒരു നല്ലൊരു സംഭവം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കമ്മിറ്റീസിലേക്ക് നമ്മൾ റെഫർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ആക്ച്വലി കുറഞ്ഞു വരികയായിരുന്നു, ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്. മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസിനെ നമ്മൾ കമ്മിറ്റീസിലേക്ക് വിടുക. സോ ദാറ്റ് അവർ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തരുന്നതിലൂടെ നല്ലൊരു ലോ ഉണ്ടാക്കപ്പെടും. ഇതല്ലാതെ വേറൊരു 2 ടേം ഉണ്ട്, ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രീ ലെജിസ്ലേറ്റീവ് സ്ക്രൂട്ടണി എന്ന് പറയും. പ്രീ ലെജിസ്ലേറ്റീവ് സ്ക്രൂട്ടണി ആൻഡ് ലെജിസ്ലേറ്റീവ് ഇമ്പാക്ട് അസസ്മെന്റ്. ഈ പേര് തന്നെ ആക്ച്വലി നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. പ്രീ ലെജിസ്ലേറ്റീവ് സ്ക്രൂട്ടണി എന്ന് പറയുന്നത് ഏകദേശം ഇത് തന്നെയാണ്. ഒരു കമ്മിറ്റിക്ക് റെഫർ ചെയ്ത് നമുക്ക് പബ്ലിക്കലി ഒപ്പീനിയൻ ഒക്കെ ചോദിക്കാം. ഇത് ഈ ഒരു ബിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഈ ഓൺലൈൻ ഗെയിമിങ്ങിന്റെ നമ്മൾ അനശ്വര മാം ക്ലാസ് എടുത്തില്ലേ, അതിനകത്ത് ഈ ഓൺലൈൻ ഗെയിമിങ്ങിന് ആ ഒരു ഇത് അങ്ങ് ചുമ്മാ കൊണ്ടുവന്നു. ആ ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കിനോ ആ ബില്ലൊന്നും സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഒപ്പീനിയൻ ഒന്നും ഇല്ലാതെ ഗവൺമെന്റ് അങ്ങ് ഔട്ട്റൈറ്റ്ലി ബാൻ ചെയ്യുകയാണ്. അതിനെയൊക്കെ എതിർത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. ജസ്റ്റ് ഫോർ റീഡിംഗ് പർപ്പസ് വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രീ ലെജിസ്ലേഷൻ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ കുറച്ച് സ്ക്രൂട്ടനൈസ് ചെയ്യുക, പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ തേടുക, അത് കൃത്യമായിട്ട് ചെയ്യണം. മാത്രമല്ല ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് നമ്മൾ അസസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടാകുമ്പോഴാണ് അതിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് നമുക്ക് ബേസിക്കലി നമുക്ക് ഉള്ളത്. വേറെ ഇത്രയും കാര്യങ്ങൾ മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. ബാക്കി നമ്മുടെ GS ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഇതെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. ഇത് വേറൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് PM മുതൽ ഒരു മിനിസ്റ്റർ വരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ, അതായത് അവരുടെ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാം ഇഫ് ദേ ആർ കൺവിക്റ്റഡ് ഇൻ എൻ ഒഫൻസ് പണിഷബിൾ ബൈ 5 years or more. 5 വർഷത്തിൽ കൂടുതൽ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു ഒഫൻസിൽ അവരൊരു 30 ദിവസം ജയിലിനകത്ത് അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കഴിഞ്ഞാൽ 31ാമത്തെ ദിവസം അവരെ റിമൂവ് ചെയ്യാം. അത് പ്രധാനമന്ത്രി ആയാലും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതാണ് ഗവൺമെന്റ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പ്രധാനമന്ത്രി, അതാണ് ഈ ബേസിക്കലി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ ബില്ല്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ബില്ലിനെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞില്ല. അപ്പൊ ഇത് ബേസിക്കലി ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നൊരു ആർട്ടിക്കിളാണ്, അവരുടെ തന്നെ വന്നൊരു എഡിറ്റോറിയലാണ്. ഇത് ഇന്നലെ വന്നതാണ്. ഇത് ഇന്ന് വന്നിട്ടുള്ള ഒരു ഹിന്ദുവിലെ എഡിറ്റോറിയലാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ലൈൻ ബൈ ലൈൻ ഒന്നും പറയുന്നില്ല, പക്ഷെ കാര്യം മെയിൻ ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഈ കാര്യം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. 2/3 ഓഫ് ദി മെജോറിറ്റി വേണം, എന്നാൽ മാത്രമേ ഇത് പാസ്സാവത്തുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ എന്തെങ്കിലും ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടോ? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്ന് പറയും, RPA 1951. ഇതിലായിരുന്നു ഒരു ലെജിസ്ലേച്ചറിനെ ഒരു ക്രിമിനൽ ഒഫൻസിലായി കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ഡിസ്ക്വാളിഫൈ ആകും എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ അത് പ്രകാരം ഒരു 2 years കൂടുതൽ കൺവിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവര് ആ ഓഫീസിൽ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം, ആക്ച്വലി ഒരു നിയമം തന്നെയുണ്ട്. പിന്നെ അവര് റിലീസ് ചെയ്തതിനു ശേഷം 6 yearsോളം അവർക്ക് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റില്ല. ഇതൊരു കണ്ടീഷനാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തൊക്കെ കാര്യം എന്താ വരുന്നത്? ഈ ആക്ച്വലി ഈ കേസ് ഭയങ്കര ഫേമസ് ആയിരുന്നു. എങ്ങനെയാ? കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി, നമ്മുടെ ഇപ്പോഴത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ്, ആ സമയത്ത് രാഹുൽ ഗാന്ധിനെ ഒരു 2 years കൂടുതൽ ഒരു കേസിനകത്ത്, ഒരു ഡിഫമേഷൻ കേസിനകത്ത് ശിക്ഷ കൊടുത്തപ്പോഴത്തേക്കും ലോക്സഭ പുള്ളിയുടെ മെമ്പർഷിപ്പ് തന്നെ ക്യാൻസൽ ചെയ്തു. വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. ആ സമയത്ത് ചെയ്തതാണ്, പുള്ളിയുടെ ഈ കൺവിക്ഷൻ ഉണ്ടല്ലോ അതിനെ സ്റ്റേ ചെയ്തു. പുള്ളിയുടെ കൺവിക്ഷനെ സ്റ്റേ ചെയ്യുന്ന സമയത്ത്
പുള്ളിയുടെ ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷനും സ്റ്റേ ചെയ്യപ്പെടും. അതാണ് ഇതിനകത്ത് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ. ദ ഡിസ്ക്വാളിഫിക്കേഷൻ ക്യാൻ ബി സ്റ്റേഡ് ഇഫ് ദ കൺവിക്ഷൻ ഇസ് സ്റ്റേഡ് ബൈ എ ഹയർ കോർട്ട്. അതായിരുന്നു ആക്ച്വലി സംഭവിച്ചത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് വേറൊന്നുമല്ല, നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ തന്നെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ടാണ് വൈ ദെയർ ഹാസ് ബീൻ എ ഡിബേറ്റ് ഓൺ ലെജിസ്ലേച്ചർ ഡിസ്ക്വാളിഫിക്കേഷൻ. കാരണം എന്താ, നമുക്ക് നമ്മുടെ പൊളിറ്റിക്സിനകത്ത് ഒരുപാട് ക്രിമിനലൈസേഷൻ ഉണ്ട്. അതായത് ഒരു ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലാത്ത അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ഒരുപാട് പേര് പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു ലെജിസ്ലേച്ചറുടെ മേലൊരു ആരോപണമുണ്ട്. പുള്ളിക്ക് അല്ലെങ്കിൽ ഹി ഓർ ഷീ ഹൂവർ ഇറ്റ് ഇസ്, അവർക്ക് കൺവിക്ഷൻ ചെയ്ത് അതൊരു കോടതി വിധിയൊക്കെ വരാനായിട്ട് കാലങ്ങൾ എടുക്കും. ഇതൊക്കെ വന്നതിന് ശേഷം അവര് ഡിസ്ക്വാളിഫൈ ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിൻസ് സെപ്റ്റംബർ 2013 only 27 സിറ്റിംഗ് MPs and MLAs have been disqualified. പക്ഷേ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ശതമാനം ഓഫ് ദി ആൾക്കാർ ഹാവ് എ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഈ ഒരു കേസിനകത്താണ് ആക്ച്വലി ഈ സംഭവം വരുന്നത്. ഈ ഒരു കേസിനകത്താണ് ഈ ഒരു ഇത് വരുന്നത്. നമ്മുടെ ലോ കമ്മീഷൻ ഉണ്ട്, ഇന്ത്യയിലെ ലോ കമ്മീഷൻ 1919 തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫ്രെയിമിംഗ് ഓഫ് ദ ചാർജസ് ക്യാൻ ബി ഈ ഒരു രീതിയിൽ 5 years കൂടുതൽ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചാർജസ് ഫ്രെയിം ചെയ്താൽ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്നുള്ളൊരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും അത് റീട്രേറ്റ് ചെയ്തു. ഇതിനകത്ത് പ്രൈമ ഫേസെ ജുഡീഷ്യലി ഒരു സംഭവം വേണം എന്നുള്ളതാണ് അത് ആക്ച്വലി പറയുന്നത്. ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ കമ്മീഷനൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ they rejected the suggestion that filing of charges by the police അല്ലെങ്കിൽ ഒരു കോർട്ടിന് കാര്യങ്ങൾ ബോധിപ്പിക്കുക, കോർട്ട് ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് an offense, they are not a good sign for disqualification because application of judicial mind is always necessary. കാര്യം ഇതൊരു അക്യൂസിഷൻ മാത്രമാണ്. ഇയാൾ കുറ്റാരോപിതനാണ്, കുറ്റക്കാരനാണോ ആവാം, ഇല്ലെങ്കിൽ അല്ലാതെയും ആവാം. അപ്പോൾ ഒരാൾ കുറ്റക്കാരനല്ലാത്ത സമയത്ത് ഒരു ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അത് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, അതായത് നമ്മളുടെ ഒരു നാട്ടുനടപ്പും വ്യവസ്ഥയൊക്കെ വെച്ച് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. ദ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് പീനലൈസ്ഡ് വിത്തൗട്ട് പ്രൊസീഡിങ്സ് ബീങ് ഇനീഷ്യേറ്റഡ് അഗൈൻസ്റ്റ് ഹിം. അപ്പോൾ ഈ ഫ്രെയിമിംഗ് ഓഫ് ദ ചാർജസ് എന്ന് പറയുമ്പോൾ അതൊരു പോലീസ് കേസ് ചെയ്ത് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു പേരിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് പേരെ ഇതൊരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എഡിറ്റോറിയൽ നമുക്ക് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് വേറൊന്നുമല്ല, ഇതിന്റെ ബേസിക്കലി കേസസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെൻട്രൽ ഏജൻസീസ് ഒക്കെ ഉണ്ടല്ലോ, ആ സെൻട്രൽ ഏജൻസീസ് ഒക്കെ ഇപ്പൊ നമ്മൾ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ കുറെ നാളായിട്ട് ഇറങ്ങി നടത്തുന്നുണ്ട്. ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൺവിക്ഷൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറവാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു 10 years നമ്മൾ എടുക്കുക, ആ ലാസ്റ്റ് 10 yearsനകത്ത് ഏകദേശം ഒരു 190+ കേസസ് ആണ് പൊളിറ്റീഷ്യൻസിന്റെ എതിരെ ഈ ED എടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നോക്കുക, EDയുടെ കേസ് മാത്രമേ പറയുന്നത്. 190+ കേസസ് അഗൈൻസ്റ്റ് പൊളിറ്റീഷ്യൻസ്. ഇതിന്റെ ഒരു കൺവിക്ഷൻ റേറ്റ് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് എത്രയായിരിക്കും എന്നുള്ളത് 2% ആണ്. വെറും 2% കേസസിൽ മാത്രമേ കൺവിക്ഷൻസ് നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഈ പറഞ്ഞ 190 കേസ് ഉണ്ടല്ലോ, ഇതിലെ ഒരു 71% ഏകദേശം ലാസ്റ്റ് 5 yearsലാണ് ഇത് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു EDനെയും CBIനെയും ഒക്കെ ഭയങ്കര രീതിയിൽ ഈ പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള അലിഗേഷൻസ് ഒരുപാടുണ്ട്. ഇതിപ്പോ ഈ ഒരു പ്രത്യേക റെജിമിൽ മാത്രമല്ല, ഈ UPA നടക്കുന്ന സമയത്ത് ഈ CBI ഉണ്ടല്ലോ, കോൺഗ്രസ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ താൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കേജ്ഡ് പാരറ്റ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത്, എല്ലാ സമയത്തും ഈ രീതിയിൽ ഉണ്ട്. അപ്പോൾ ഒരു അറസ്റ്റ് ചെയ്യുന്നത് മാത്രം ഒരു ഗ്രൗണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്തും ആവാം. പിന്നെ ഹിന്ദു ആർട്ടിക്കിൾ പറയുമ്പോഴാണ് ആക്ച്വലി കോമൺ രസമായിട്ട് വരുന്നത്. ആദ്യം പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ, ഇത് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സാധനം പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി ഓപ്പൺസ് എ ന്യൂ അവന്യൂ ഫോർ കോൺസെൻട്രേഷൻ ഓഫ് ദി പവേഴ്സ്. ഒരു സെൻട്രൽ ഏജൻസി ഈസ് നോട്ട് ഗോയിങ് ടു റീറ്റെയിൻ ദി പ്രൈം മിനിസ്റ്റർ. സംഭവം വലിയ കാര്യമായിട്ട് പറയുന്നത്. ഈവൻ ദി പ്രൈം മിനിസ്റ്റർ ഇസ് അണ്ടർ ചാമ്പിറ്റ് എന്ന് പറയുന്നുണ്ട്. ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ആ ക്വസ്റ്റ്യൻ എവിടെ വരും? ആരായിരിക്കും അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എല്ലാ ഏജൻസിയും ഗവൺമെന്റ് അടിയിലല്ലേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അടിയിലല്ലേ. അപ്പൊ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഇത് വരുന്നുള്ളൂ. പക്ഷേ ചീഫ് മിനിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യാം. ഇതിന് മുന്നേ ഒരുപാട് ചീഫ് മിനിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് ആ രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. എല്ലാവരും ഇത് തന്നെയാണ്. പക്ഷെ 2 എഡിറ്റോറിയൽസും ഇതിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് മുന്നോട്ട് പോകുന്നത്. ദ ഇന്റന്റ് അപ്പിയേഴ്സ് ടു ബി നമ്മുടെ ഗവൺമെന്റിനകത്ത് തന്നെ ആർബിട്രറി പവർ എക്സൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഗവൺമെന്റ് പറയുന്ന സെറ്റ് ചെയ്യുന്ന റീസൺസ് ഒക്കെ വേറെയാണ്. പക്ഷേ ഈ ഒരു കൺസേൺ ഭയങ്കര ലെജിറ്റിമേറ്റ് ആണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇതാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും കാണില്ല. മാത്രമല്ല നമുക്കിപ്പോൾ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. PMLA ആക്ടിലും UPA അൺലോഫുൾ ആക്ടിവിറ്റീസ് UAPA ആക്ട് എന്ന് പറയും. ഇതിനകത്തൊക്കെ ബെയിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് റിവേഴ്സിബിൾ. കസ്റ്റഡിയിൽ ഉണ്ടാവാൻ പാടില്ല, ജയിലിലിരുന്ന് മിനിസ്റ്റർ ആവാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വന്നിട്ട് മിനിസ്റ്റർ ഒക്കെ ആവാം, പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ എന്തുകൊണ്ടാവാം. പക്ഷേ ബെയിൽ കിട്ടണ്ടേ? കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രിഞ്ചന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് വേറൊന്നുമല്ല പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഭയങ്കര
പാടാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ബില്ല് തന്നെ അത്ര അപാകതകൾ നിറഞ്ഞതാണ്. ഇപ്പൊ ആക്ച്വലി ഇതിനെ ഒരു കമ്മിറ്റിയിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോയിന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് കമ്മിറ്റിയാണ്, ആ കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതിനി കൂടുതൽ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ജസ്റ്റ് ഒരു കേസ് മാത്രം നോക്കുക. സുപ്രീം കോടതിയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു PIL കേസിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടില്ല ഈ കാര്യത്തിനെ കുറിച്ച്. പക്ഷേ ആ സമയത്ത് ഒരു ഡിസ്ക്വാളിഫിക്കേഷന്റെ ഗ്രൗണ്ട്സ് മേക്ക് ചെയ്യാനായിട്ട് ദ പവർ സോൺലി റെസ്റ്റ് വിത്ത് ദി പാർലമെന്റ്. അപ്പൊ പാർലമെന്റ്, ഇറ്റ് ഈസ് ആക്ച്വലി ഓക്കെ ഫോർ ദി പാർലമെന്റ് ടു പാസ് ദിസ് ബിൽ. പക്ഷേ മോറലി അത് ഇത്ര ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് വേഗം നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം, പെട്ടെന്ന് നമുക്ക് തീർക്കാം. ഇതിനകത്ത് വേറൊന്നുമല്ല, നൊട്ടോ എന്ന് പറയുന്നത് ഒരു നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇടയ്ക്ക് ഒരു എന്താ പറയുക, ഒരു അഡ്വൈസറി ഇറക്കി ടു അഡ്രസ് ദി ജെൻഡർ ഡിസ്പാരിറ്റി. വേറൊന്നുമല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 68 അല്ലെങ്കിൽ 64% ഓഫ് ദി ഡോണേഴ്സ്, അതായത് ആരാണോ ഡൊണേറ്റ് ചെയ്യുന്നത് അത് വുമൺ ആണ്. പക്ഷേ അത് റിസീവ് ചെയ്യുന്നത് ഏകദേശം ഒരു 70% ഓഫ് ദി ആൾക്കാരും മെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വുമണിനും ഈ ഡിസീസ് ആയപ്പെട്ട ഡോണർ ഉണ്ടല്ലോ അവരുടെ റിലേറ്റീവ്സിനും വേണം പ്രയോറിറ്റി കൊടുക്കാൻ എന്നുള്ള രീതിക്ക് ഇത് പറയുന്നുണ്ട്. ഇത് പിന്നെ നൊട്ടോ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നത്. ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ്, അതൊരു ഈ ഒരു ആക്ടിന്റെ അടിയിലാണ് ഇത് വർക്ക് ആവുന്നത്. പക്ഷേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 2011 ഒരു ആക്ടിന്റെ അമെൻമെന്റ് വഴിയാണ് കേട്ടോ. ഈ ആക്ടിന്റെ തന്നെ 2011 അമെൻമെന്റിലൂടെയാണ് ഇത് വരുന്നത്. ഈ ഒരു നൊട്ടോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഈ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം, ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ് ഒരു ഓർഗനൈസേഷൻ വരുന്നത് എന്നുള്ളത്. ഇനി ഇത് മാത്രമേ ഉള്ളൂ, ഇതിന്റെ പ്രൊക്യൂർമെന്റ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഓർഗൻസ് ആയാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു രജിസ്ട്രി അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളൂ. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ജസ്റ്റ് ഇത് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് അറിഞ്ഞിരിക്കേണ്ടത് നൊട്ടോ എന്ന് പറയുന്ന ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ് വരുന്നത്, പിന്നെ എന്തുകൊണ്ടായി ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്, അത്രയും ഡിസ്പാരിറ്റി ഉണ്ട്. അപ്പൊ അതിനൊന്നും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കേസ് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു കണ്ണൂരിലൊരു വില്ലേജാണ്, കണ്ണപുരം ആണ് അതിൻ്റെ വില്ലേജിൻ്റെ പേര്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ഒരു 300-fold ഇൻക്രീസ് ആണ് ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി വരുന്നത് ലാസ്റ്റ് 25 ഇയേഴ്സിനകത്ത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് ഇല്ല. ഇതിൻ്റെ ക്യാൻസർ ആണ്, അപ്പോൾ ക്യാൻസറിനെ ടെസ്റ്റ് ചെയ്യണം. അതായത് ടെസ്റ്റിംഗ് ആൻഡ് സ്ക്രീനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാൻസർ ഡിറ്റക്ഷൻ. പക്ഷേ കൂടുതലും ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 സമയത്ത് നമ്മൾ കണ്ടെത്തുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് ക്യൂർ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ലാക്ക് ഓഫ് അവയർനെസ് ആണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വില്ലേജ്, കണ്ണപുരം വില്ലേജിനകത്ത് അവരൊരു വുമൺ വോളണ്ടിയർ സ്ക്വാഡ് കൊണ്ടുവന്നു. ഒരു കമ്മ്യൂണിറ്റി ലെഡ് ഇനീഷ്യേറ്റീവ് ആണ്. കൾച്ചറലി സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും സസ്റ്റൈൻഡ് ആയിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻസും മൂലം അവർ നല്ലൊരു മോഡൽ ഫോർ ദി ഹോൾ ഓഫ് ദി കൺട്രി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ വരുന്നത് കൊണ്ട് നമുക്കത് ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനും, ഇത് കണ്ടോ, നൗ ഓൾ ആർ ക്യാൻസർ ഫ്രീ, ഡിറ്റക്ട് ചെയ്തപ്പെട്ട പല കാര്യങ്ങളും ക്യാൻസർ ഫ്രീ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇതിന് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഗവർണൻസിലൊക്കെ നമ്മൾ പറയുന്നത് ഹെൽത്ത് സെക്ടറിന്റെ കാര്യത്തിനകത്ത് നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് കോട്ട് ചെയ്യാം. പിന്നെ ഇതൊന്നും വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് SC കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ആ സമയത്തിനകത്ത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇത് പറയുന്നില്ല എന്ന് വെച്ച് ഗവർണറിന് എത്ര നേരം വേണോ നമുക്കിത് ബ്ലോക്ക് ചെയ്യാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനകത്ത്. ജുഡീഷ്യറി ഈസ് നെവർ ഇന്റൻഡിങ് ടു ഇന്റർഫിയർ ഇൻ ദി അഫയർസ് ഓഫ് ദി ലെജിസ്ലേച്ചർ. പക്ഷേ ഇതിനകത്തൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഗവർണർ ഒരുപാട് നാളിങ്ങനെ വെറുതെ ഇരിക്കുക, ബില്ലിന്റെ മേലിൽ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. ഈ ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാനായിട്ടുള്ള പവർ ഇസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 42nd അമെന്റ്മെന്റ് ആക്ട് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്തത് വലിയ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ അതിനെ തന്നെ പറയുന്നത്. 42nd അമെന്റ്മെന്റ് ആക്ട് വഴി ഒരു ജുഡീഷ്യൽ റിവ്യൂവിനൊക്കെ കർബ് ചെയ്യാൻ നോക്കിയിരുന്നു. അത് തന്നെ പറ്റില്ല. ബേസിക് സ്ട്രക്ചറിന്റെ പാട്ടാണ് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു സംഭവത്തിനകത്ത് സുപ്രീം കോടതി ഇടപെട്ടതിൽ എന്താ തെറ്റെന്നുള്ള കാര്യം CJ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടോന്ന് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ പിന്നെ GSTയുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ അതിനൊരു GOM, ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്, അത് GST കൗൺസിലിന്റെ സബായിട്ട് വരുന്ന ഒരു ഇതാണ്. ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് അപ്രൂവൽ കൊടുത്തു. ഇനി അതെന്ത് ചെയ്യും? GST കൗൺസിലിൽ പോകും. GST കൗൺസിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു. 3/4 ഓഫ് ദി മെജോറിറ്റി വേണം, എല്ലാ സ്റ്റേറ്റ്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. അപ്പോൾ അത് ഇനി നടക്കും എന്നാണ് വിശ്വസിക്കുന്നത്. സെപ്റ്റംബറിൽ പ്രോബബ്ലി ഇതിന് മീറ്റിംഗ് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അവർ ഉടൻ തന്നെ അതിന്റെ ഡിസ്കഷൻസിലേക്ക് വരും എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്രാങ്ക് കാപ്രിയോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അദ്ദേഹം കോർട്ടിൽ ഭയങ്കര എംപത്തൈസ് ചെയ്ത് ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചാണ് പുള്ളി എടുക്കുന്നത്. അപ്പോൾ പുള്ളിയെ കുറിച്ച് നല്ലൊരു ആർട്ടിക്കിളും വന്നു. പിന്നെ എഡിറ്റോറിയലിനകത്ത് മെൻഷൻ ചെയ്തതുകൊണ്ട് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളും കൂടിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കുക. ആർട്ടിക്കിലും അവരുടെ, അതായത് അടുത്ത ആളുടെ കണ്ണ് നമുക്ക് നോക്കണം, അവരുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കണം. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ജസ്റ്റ് ഫോർ റീഡിംഗ് ആണ്, വലിയതൊന്നുമില്ല.
അപ്പോൾ മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. സോ ഹിസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഫ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ആവുന്ന സമയത്ത് നമ്മളും എംപത്തൈസ് ചെയ്യുക, അടുത്ത ആൾക്കാരുടെ സിറ്റുവേഷൻ നോക്കി പെരുമാറുക. ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമ്മൾ ഇന്ന് ബേസിക്കലി എന്താ കണ്ടത്? പാർലമെന്റിന്റെ കാര്യം നമ്മൾ കണ്ടു, പാർലമെന്റിന്റെ ഒരു ലോ പ്രൊഡക്ടിവിറ്റി എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ അതിന്റെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സ്ലൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എല്ലാ സ്ലൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. പിന്നെ നമുക്ക് എന്താ, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഇപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറവായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കൂടുതലും നെഗറ്റീവാണ്. ഇനി എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ നമ്മൾ എന്താ, നോട്ടോ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ 2-3 എക്സാമ്പിൾസിന്റെ കാര്യം പറഞ്ഞു. കണ്ണപുരം എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഈ ഫ്രാങ്ക് ക്രാപ്രിയോ എന്ന് പറയുന്നത് കമ്പാഷന് ഭയങ്കര എവിടെയെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡ് ഫേമസ് എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് കോട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഇന്ന് പറയാനായിട്ടുള്ളത്. ഇന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നും വളരെ കൂടുതൽ എടുത്തെന്ന് എനിക്കറിയാം. അപ്പോൾ ഹോപ്പ് നാളെ അനശ്വര മാം വരുമ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്ത് കുറച്ചെടുക്കുമെന്ന് വിശ്വസിക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമുക്ക് എങ്ങനെയാണ് ന്യൂസ് ആർട്ടിക്കിൾസ് എന്ന് വരുന്നത് ആ രീതിയിലായിരിക്കും എടുക്കുന്നത്. ബട്ട് വീൽ ട്രൈ ടു റെസ്ട്രിക്ട് ടു 30 minutes. അപ്പോൾ ഓക്കെ, അണ്ടിൽ ദെൻ ഗുഡ് ബൈ.